എല്ലാവർക്കും നമസ്കാരം. മുരിക്കോളി ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ ബട്ടണല്ലേ, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക, അതേപോലെ ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എന്നാണ് എന്നല്ലേ, എൻ്റെ ബേക്കിലിരിക്കുന്ന ഈ കുഞ്ഞി മോളെ കണ്ട, ഇവൾക്ക് ആധാർ കിട്ടിയിട്ടില്ല. നമുക്ക് വിഷയത്തിലേക്ക് പോവാം. ആധാർ, ഇരട്ട കുട്ടികൾക്ക് ആധാർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് പേരത് ഒപ്പരം എടുക്കാൻ പാടില്ല. ആദ്യം ഒരാളത് എടുക്കുക, അത് അപ്രൂവൽ ആയതിനു ശേഷം രണ്ടാമത്തത് എടുക്കുക. നമുക്ക് പറ്റിയ അബദ്ധം അതാണ്. ഞങ്ങൾ കതിരൂർ അക്ഷയയിൽ പോയി ആദ്യം തന്നെ ഈ കുട്ടികളെ ആധാർ എടുക്കാൻ വേണ്ടി LKGയിൽ ചേർക്കുന്ന സമയത്ത് രണ്ടുപേരെയും കൊണ്ടുപോയി. രണ്ടുപേരത് ഒപ്പരെടുത്ത്, ഞങ്ങൾക്കറിയില്ലല്ലോ ഇത് രണ്ടുപേരും ഒന്നിച്ച് ഇരട്ട കുട്ടികളത് രണ്ടുപേരത് ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല എന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ കതിരൂർ പോയി. അവരും ഒന്നും പറഞ്ഞില്ല, അവരും പറഞ്ഞില്ല. ആധാർ എടുത്ത് വന്ന് ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് ഒരാളത് വന്ന്, രണ്ടാമത്തെ ആളത് വന്നിട്ടില്ല. ഒരാളത് വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ ആ പേപ്പറും എടുത്ത് അക്ഷയയിൽ പോയി. ഒരാൾക്ക് വന്നിട്ടില്ല, ഒരാളത് ആധാർ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും, അത് അങ്ങനെ വരൂ, 2-3 ആഴ്ച കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നില്ല. LKGയിൽ ചേർത്തിട്ട് പിന്നെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ആധാറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഞാൻ വീണ്ടും പോയി. അപ്പോൾ പറഞ്ഞ് പിന്നെ അതിങ്ങനെ റിജക്റ്റ് ആയിട്ടുള്ള ഞാൻ ഫസ്റ്റ് ടൈം പോയ സമയത്ത് അവനൊന്ന് ആ സ്റ്റാറ്റസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവന് പറയാൻ പറ്റും. അവനത് നോക്കാണ്ട് എന്നോട് പറഞ്ഞ് അത് വരുമെന്ന്. പിന്നെ രണ്ടാമത് സ്കൂളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോയി. അങ്ങനെ ഓൻ പറഞ്ഞ് പിന്നെ ഈടുന്ന് എടുക്കാൻ പറ്റില്ല, വേറൊരു അക്ഷയയിൽ നിന്ന് എടുക്കും. ആ അക്ഷയയിൽ പോയി, ആടൊന്നും കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഓൾറെഡി എടുത്തു എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ അന്വേഷിച്ച് പിടിച്ചപ്പോൾ തലശ്ശേരിയിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തലശ്ശേരി നമ്മൾ പോയി. തലശ്ശേരി പോയി നോക്കുമ്പോൾ എന്താ അവസ്ഥ, കതിരൂരിൽ നിന്ന് എടുത്തോൻ തന്നെയാണ് തലശ്ശേരി ഇരിക്കുന്നത്. അപ്പോൾ ഓൻ എന്നെ കണ്ടതിൽ തന്നെ ഏകദേശം തിരിഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ ഇങ്ങനെ ആധാറിൻ്റെ ഇത് കൊണ്ടാന്ന് വന്ന് ആധാർ കിട്ടിയിട്ടില്ല, എന്താ ചെയ്യാന്ന് വെച്ചു. അപ്പോൾ കണ്ണൂർ ഇവർ ജില്ലാ ഓഫീസ്, അക്ഷയൻ്റെ ജില്ലാ ഓഫീസിലെങ്ങാനും വിളിച്ചിട്ട് പറഞ്ഞ് ദീപു എന്ന് പറയുന്ന ഒരാളെ വിളിച്ച് അവർ പറഞ്ഞ് കണ്ണൂർ ഓഫീസിൽ വരണം. അങ്ങനെ ഞങ്ങൾ നേരെ കണ്ണൂരേക്ക് പോയി. കണ്ണൂരിൽ പോയി കണ്ണൂരിൽ നിന്ന് എന്ന അവസ്ഥ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണൂരേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ണൂർ. അങ്ങനെ കണ്ണൂരെത്തി. കാൽ ടാക്സിനാണ് ഇവരെ ഓഫീസ്. കാൽ ടാക്സിൻ്റെ എടുക്കുന്ന പിന്നെ നമ്മുടെ സിഗ്നലില്ലേ, ആ സിഗ്നൽ കഴിഞ്ഞപാട് തളിപ്പറമ്പ് റോഡിന് കയറിയ പാട് തന്നെ ആ പെട്രോൾ പമ്പിൻ്റെ സൈഡിലേക്ക് കൂടി, വലത്തുഭാഗത്ത് പെട്രോൾ പമ്പിൻ്റെ സൈഡിലേക്ക് കൂടിയുണ്ട് റോഡ്. അവിടെ നിന്ന് 2 ഐസെല്ലാം മേടിച്ച് 3 ഐസെല്ലാം മേടിച്ച് നമ്മൾ കൊണ്ട് അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുണ്ട്. അവിടെ നിന്ന് റെപ്കോൻ്റെ ഓഫീസിൻ്റെ 5ാം നിലയിലാണ് ഇവരെ ഓഫീസ്. അവിടെ പോയി ദീപു എന്ന് പറയുന്ന ആളെ കണ്ട്. നമ്മൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഓനത് അയച്ചു കൊടുക്കേണ്ട ഇതേ ഉള്ളൂ. നമ്മളവിടെ പോയിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇതേപോലെ തന്നെ ആ പേപ്പർ, നമ്മളെടുത്ത ആ പേപ്പർ അവർക്ക് കാണിച്ചു കൊടുത്ത്, അവരെ കാരണം കൊണ്ടാണ് ഇത് നമുക്കിത് കിട്ടാണ്ടായത്. അന്നേരത്തെ അവരാണ് അതിനുള്ള ഇത് ചെയ്തു തരേണ്ടത്, പോകാൻ വഴി ചെയ്തു തരേണ്ടത്. അതൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ മെനക്കെട്ട് കണ്ണൂർ ഓഫീസിൽ പോയത് അവർക്ക് വലിയ കാര്യമൊന്നുമില്ല. അവരെടുക്കാൻ പറ്റിയ തെറ്റിന് അവർ ഒരു ഇതുമില്ല. അവർ പറയുന്നത് നമ്മൾ അവർക്ക് മെയിൽ അയച്ച് നോക്കട്ടെ, മെയിൽ അയച്ചിട്ട് മറുപടി വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് പറയുക, അതും ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ എറണാകുളം പോകണമെന്ന് പറയാം. എന്താ ഇവരെ അവസ്ഥ? അക്ഷയക്കാരെ ഒരു കളിയേ. നമുക്ക് പിന്നെ സാധാരണക്കാർക്ക് പിന്നെ പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അക്ഷയ പോലുള്ള സെൻറ്ററുകൾ തുടങ്ങിയിട്ടുള്ളത്. ഇത് പഞ്ചായത്തിനേക്കാളും വില്ലേജിനേക്കാളും കഷ്ടമാണ് ഇവരെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇവരെ സമീപനം. ചില സമയത്തുള്ള എല്ലാ അക്ഷയവും പറയുന്നില്ല ഞാൻ, ചില അക്ഷയകൾ
ഇവരെല്ലാം ധാരണ അങ്ങ് എന്തോ ഇവർ ഇത് മലമറിക്കുന്ന ആടുന്ന്. എന്നിട്ട് ഇവിടെ പോയിട്ട് ഒന്നും നടന്നിട്ടില്ല പറഞ്ഞ് സ്റ്റെപ്പ് കയറി പോയത് വെറുതെ ഭാഗ്യം തന്നെ. അക്ഷയയിൽ പോയിട്ട് ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളുള്ള കൂട്ടറൊന്ന് കമൻറ്റ് ചെയ്യണേ, നമുക്ക് അറിയാലോ ഓരോ വിഷയം. ഇവരെ അക്ഷയെക്കുറിച്ച് നമുക്ക് കുറച്ച് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. പക്ഷേങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവിടെ പോയി മേലെ കയറി എല്ലാം പിടിച്ചെടുത്ത് പറയാം. നമ്മൾ മെയിൽ അയച്ചിട്ട് നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ നമ്പർ വാങ്ങിച്ച് ഞാൻ പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ട് വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് അവരെ നമ്പറും വാങ്ങിച്ച്, ലാൻഡ് ഫോൺ നമ്പറിലെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ഓഫീസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ സ്നേഹം മാത്രം.